അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച അസ്തമിക്കാൻ പോവുകയാണ്. എങ്കിലും ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. നമ്മൾ ഇന്ന് മുതൽ, ഇത് റജബ് മാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളി മുതൽ റജബ് അവസാനം വരെ നമ്മൾ ചൊല്ലേണ്ടുന്നതായ അല്ലെങ്കിൽ നമ്മൾ ഓതേണ്ടുന്നതായ ഒരു സൂറത്ത്, ഒരു ആയത്തും അതുപോലെ തന്നെ ഒരു സ്വലാത്തും മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. മാത്രവുമല്ല, നമ്മുടെ ഈമാൻ അത് പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഉതകുന്ന ഒരായത്തുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹില് അവസാനത്തെ ഒരായത്ത്, അതായത് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആയത്ത്, അത് ഏകദേശം 1, 2, 3, 4, 5, 6 വരിയാണുള്ളത്, 6 ലൈൻ ഉണ്ട്. ഈ ഒരായത്ത് ഒരു തവണ ചൊല്ലിയാൽ മതി. അത് നമ്മൾ ഇന്ന് മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും ഏത് സമയത്താണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു സമയത്ത് ഓതുക. അത് ഓതുകയാണെങ്കിൽ വലിയൊരു നേട്ടമുണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ ആയതാണ് നമ്മുടെ ഈമാൻ ഉറച്ചു നിൽക്കുക എന്നുള്ളത്. ചാഞ്ചാടാതെ, ഈ കാലഘട്ടം അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക പലർക്കും. അവിടെ ഈമാൻ നഷ്ടപ്പെടാതെ വിജയിക്കാൻ ഉതകുന്ന ഒരു ആയത്ത് കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് ഏതാണെന്ന് പറയാം. അതുപോലെ പറ്റുമെങ്കിൽ ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ഓരോ ദിവസവും മഗ്‌രിബിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് പതിവാക്കുക. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കാണിക്കാം, നിങ്ങളത് ചൊല്ലണം. അത് ഏകദേശം ഒരു 17 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ അതിന്റെ പവർ എന്ന് പറയുന്നത് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാനാവില്ല. എവിടെയും നമ്മൾ വീണു പോവില്ല. മാത്രവുമല്ല, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ കാവല് നൽകും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഏതാണ് സ്വലാത്ത്? നിങ്ങൾ എല്ലാവരും ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂരിൽ അൻവാർ വസിദ്ദിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. ഈ ഒരു സ്വലാത്ത് 17 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സമയത്താണോ പറ്റുന്നത്, അത് ഇതിന് ശേഷം തന്നെ എന്നല്ല, മുമ്പായാലും എപ്പോഴായാലും ഇന്ന് മുതൽ അങ്ങോട്ട് ഓരോ ദിവസവും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിലുള്ള അവസാനത്തെ ആയത്ത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുക. ഈ ആയത്ത് നിങ്ങൾ എന്താക്കുക, അത് ഓരോ ദിവസവും നിങ്ങൾ ഓതാൻ ശ്രമിക്കുക. സൂറത്തുൽ ഫത്ഹ് മുഴുവൻ ഓതുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഫത്ഹ് സൂറത്ത് ആകെ 29 ആയത്തേ ഉള്ളൂ. അതിൽ അങ്ങനെ മുഴുവൻ ഓതാൻ പറ്റുന്നില്ലെങ്കിൽ ഈ 29ാമത്തെ അവസാനത്തെ ഒടുവിലത്തെ ഈ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് നിങ്ങൾ ഓതുക. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകാൻ ആഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.